ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരുടെ പട്ടികജാതി പദവി നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി. പട്ടികജാതി പദവി ഹിന്ദു, സിഖ്, ബുദ്ധ മതസ്ഥർക്ക് മാത്രമാണ് പട്ടികജാതി പദവി ലഭിക്കുക. മറ്റു മതങ്ങളിലേക്ക് മാറിയാൽ പട്ടികജാതി പദവി ലഭിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വളരെ കാലങ്ങളായിട്ടുള്ള ഒരു തർക്കമാണ് ഈ വിഷയം. മതപരിവർത്തനം നടത്തുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം വേണമെന്നുള്ള ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി ഇപ്പോൾ കൃത്യമായ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നു. മതം മാറിയാൽ സംവരണം ലഭിക്കില്ല. അങ്ങനെ തന്നെയല്ലേ എസ് നന്ദഗോപൻ? വിനോദ്, ആന്ധ്രാപ്രദേശിലെ ഒരു പാസ്റ്റർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് പട്ടികജാതി പദവി എന്നത് ഹിന്ദു, സിഖ്, ബുദ്ധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. 1950 ഭരണഘടനാ ഉത്തരവിലെ 3-ാം ക്ലോസ് പ്രകാരം ഈ 3 മതവിഭാഗങ്ങളല്ലാതെ ഒരാളെയും പട്ടികജാതിക്കാരനായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണഘടനയുടെ 341 അനുച്ഛേദം അനുസരിച്ചുള്ള ഉത്തരവ് പ്രകാരം ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളിലേക്ക് മാറുന്നവർക്ക് ഈ SC പദവി അർഹതയില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. മതം മാറിയ വ്യക്തിക്കെതിരെ ജാതീയമായ അധിക്ഷേപം വന്നാൽ പോലും ഈ പ്രത്യേക നിയമപ്രകാരം കേസെടുക്കാൻ, അതായത് SC/ST ആക്ട് പ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവർക്ക് സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള നടപടികൾ മാത്രമേ ഇവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതായത് ക്രിസ്തു മതത്തിൽ ജാതി വ്യവസ്ഥയില്ലെന്ന ഔദ്യോഗിക നിലപാട് ഇത്തരമൊരു നിയമപരമായ ഈ ഒരു ഉത്തരവിന് കാരണമായി എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരാൾ ജനിച്ചത് പട്ടികജാതി വിഭാഗത്തിലാണെങ്കിലും ക്രിസ്തുമതം സ്വീകരിക്കുന്നതോടെ ആ വ്യക്തിയുടെ മുൻപത്തെ ജാതി പദവി ഇല്ലാതാകുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒരു പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് പട്ടികജാതി പദവി അവകാശപ്പെടാൻ കഴിയുക എന്ന ചോദ്യവും ഇന്നിപ്പോൾ കോടതി ഉയർത്തുകയുണ്ടായി. ജാതി സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെങ്കിലും മതം മാറിയാൽ ആ സർട്ടിഫിക്കറ്റിന്റെ നിയമപരമായ സാധുത അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങൾ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ മതം മാറിയ ദളിതർക്കും അതേപോലെ തന്നെ സംവരണം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ വലിയൊരു കേസ് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. അതിന് ഇടെയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകം. ഏതായാലും കോടതിയുടെ ഭാഗത്തുനിന്നും വളരെ നിർണായകമായ ഉത്തരവാണ്. കാലാകാലങ്ങളിലായി കേരളത്തിലടക്കം ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയവരൊക്കെ തന്നെ ഈ SC/ST ആക്ട് ദുരുപയോഗം ചെയ്യുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. അവർ മതം മാറിയതിനു ശേഷവും ഈ സംവരണ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഏതായാലും അത്തരം നീക്കങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ കൃത്യമായ നിരീക്ഷണം വന്നിരിക്കുകയാണ്. വിനോദ്, യെസ്, ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരുടെ പട്ടികജാതി പദവി നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്നു. ഹിന്ദു, സിഖ്, ബുദ്ധ മതസ്ഥർക്ക് മാത്രമാണ് പട്ടികജാതി പദവി ലഭിക്കുക. മറ്റു മതങ്ങളിലേക്ക് മതം മാറിയാൽ ഈ പട്ടികജാതി പദവി ലഭിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ.